നമസ്കാരം, എല്ലാവർക്കും അടുക്കള റാണിയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും തന്നെ ദിവാലിക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് ഇന്നൊരു സ്വീറ്റ്സും കൂടെ ചെയ്ത് നോക്കാം. ഇന്ന് നമ്മൾ ബേസൻ ലഡു ആണ് തയ്യാറാക്കുന്നത്, അതായത് കടലമാവ് കൊണ്ടുള്ള ലഡു. ബേസൻ ലഡു തയ്യാറാക്കുന്നതിനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടും കൂടിയുള്ള ഒരു ദീപാവലി ഞാൻ ആശംസിച്ചു കൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ദീപാവലിക്കായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടും വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ബേസൻ ലഡു നമുക്ക് ഇവിടെ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് നിങ്ങൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിയാൽ മാത്രം മതിയാവും. ആദ്യമായിട്ട് നമുക്കൊരു കടായി എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഇവിടെ 2 കപ്പ് കടലമാവ് ഇടുകയാണ്. 2 കപ്പ് കടലമാവ് ഞാൻ നേരത്തെ അളന്നെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. വളരെ ചെറിയ ഫ്ലെയിമിൽ മാത്രമേ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് വെക്കാൻ പാടുള്ളൂ. ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരിക്കലും ബേസൻ റോസ്റ്റ് ചെയ്യാൻ പാടില്ല. ഈ കടലമാവ് റോസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ലഡു ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല ഒരു കളറ് കിട്ടും നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചില ആൾക്കാർ ഇതിനകത്തേക്ക് ഫുഡ് കളർ ചേർക്കാറുണ്ട്. ഞാൻ എന്തായാലും സജസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റ് ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടലമാവിൻ്റെ ഒരു മണമുണ്ട്, ഒരു വല്ലാത്ത സ്മെല്ല് വരും. ചിലതൊക്കെ കുറച്ച് പഴകിയതാണെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും. അപ്പോൾ അതൊക്കെ മാറിയിട്ട് നല്ലൊരു റോസ്റ്റായിട്ടുള്ള ഒരു സ്മെല്ല് വരുന്നത് വരെ നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുത്തെടുക്കണം. ഇവിടെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കുകയാണ്. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു കടായി വെക്കാം. അതിനകത്തേക്ക് ഞാനിവിടെ 1/2 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടായാൽ മതി. ചൂടാകുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കടലമാവ് ഇതിനകത്തേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ ലോ ഫ്ലെയിമിലായിരിക്കണം ലഡു തയ്യാറാക്കാനായിട്ട്. അതല്ല ഹൈ ഫ്ലെയിം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കടലമാവിൻ്റെ നിറം മാറിപ്പോവും, ഡാർക്ക് കളറായി പോവുകയും ചെയ്യും, ഉള്ളിൽ വേവുകയുമില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് കുറച്ച് സമയം തുടരെ ഇളക്കേണ്ടതാണ്. ഇളക്കാതിരുന്നാൽ ചില സ്ഥലത്ത് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്കിങ്ങനെ തുടർച്ചയായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ട് റോസ്റ്റ് ആയില്ലെങ്കിൽ നമ്മൾ ലഡു ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ നാക്കിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് നന്നായിട്ട് തന്നെ റോസ്റ്റ് ചെയ്യണം. ഞാനിവിടെ ഏകദേശം ഒരു 10 മിനിറ്റിന് മുകളിലേക്ക് റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ കടലമാവ് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 കപ്പ് ക്രഷ്ഡ് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുകയാണ്. കാഷ്യൂനട്ട് ഇങ്ങനെ ചെറുതായിട്ട് പൊടിച്ചതാണ്, അല്ലാതെ നന്നായിട്ട് അങ്ങനെ പൊടിച്ചെടുത്തിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തരിതരിയായിട്ട് നമുക്ക് കടിക്കണം. അതുപോലെ ഇതിനകത്തേക്ക് നമ്മൾ കാഷ്യൂനട്ടും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ക്രഷ്ഡ് കാഷ്യൂനട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഞാൻ അതിനകത്തേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് കാഷ്യൂനട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനാവശ്യമായ നെയ്യാണ് നമ്മൾ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നത്. നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. ഞാനിവിടെ ഏകദേശം 5 മിനിറ്റ്സോളം ലോ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്തെടുത്തിരുന്നു. ഇങ്ങനെ റോസ്റ്റ് ആയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് 1 ടീസ്പൂൺ വെള്ളമാണ് ചേർക്കുന്നത്. ഇവിടെ നന്നായിട്ടെല്ലാം റോസ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ വെള്ളം, പ്രത്യേകം ശ്രദ്ധിക്കണം, 1 ടീസ്പൂൺ വെള്ളമേ ഞാൻ ഇതിനകത്ത് ഒഴിച്ചിട്ടുള്ളൂ. അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് ആ കടലമാവ് സെപ്പറേറ്റായി തരിതരിയായിട്ട് വരാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. വീണ്ടും വെള്ളമയം ഒട്ടും ഇല്ലാത്തതുപോലെ നമ്മൾ റോസ്റ്റ് ചെയ്ത് തന്നെ എടുക്കണം. ഇവിടെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. കാരണം ഇതേ പാത്രത്തിൽ തന്നെ ഇരുന്നാൽ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് അത് വീണ്ടും കൂടുതൽ കരിയാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതിനാൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റാവുന്നതാണ്. അങ്ങനെ മാറ്റിയതിന് ശേഷം ഇത് തണുക്കാനായിട്ട് അനുവദിക്കണം. അത്
ഇത് നന്നായിട്ട് അങ്ങ് തണുത്ത് പോകാൻ പാടില്ല. നമുക്ക് കൈ ഉപയോഗിച്ച് ലഡു ഉരുട്ടാൻ പറ്റുന്ന ആ ഒരു പരുവത്തിന് ചെറിയ ചൂടുണ്ടായിരിക്കണം. അപ്പോഴേ അതിനകത്ത് നെയ്യൊക്കെ ഒഴിക്കുമ്പോഴേ നന്നായിട്ട് സെറ്റ് ആവത്തുള്ളൂ ലഡു. തീരെ തണുത്ത് പോയാൽ ലഡു ലൂസായിപ്പോൾ. അതുകൊണ്ട് ചെറിയ ചൂടോടുകൂടി തന്നെ നമ്മൾ ചെയ്തെടുക്കണം. ഞാൻ ഇതിനകത്തേക്ക് പഞ്ചസാര പൊടിച്ച് വെച്ചിരിക്കുന്നത്, അത് പഞ്ചസാര 1 കപ്പ് പഞ്ചസാരയാണ് പൊടിച്ച് വെച്ചിരിക്കുന്നത്. പഞ്ചസാര അല്ലെങ്കിൽ കൽക്കണ്ടം പൊടിച്ചതാണ് ഒന്നുകൂടി നല്ലത്. ലഡുവിനകത്ത് ചേർക്കാനായിട്ട് കൽക്കണ്ടം പൊടിച്ചത് ചേർക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കൽക്കണ്ടം ഇല്ലാത്തവർ പഞ്ചസാര ചേർത്താലും മതി. അത് പൊടിച്ചത് കുറച്ച് ചേർത്ത് ഇളക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ബാക്കി ഉള്ള പഞ്ചസാര പൊടിച്ചതും കൂടി ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം കുറച്ചുകൂടെ ഒരു നെയ്യുടെ ആവശ്യമുള്ളതുപോലെ തോന്നുന്നില്ലേ? അങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വല്പം നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ലഡു ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ആ നെയ്യ് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനതൊന്ന് ചൂടാക്കിയിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി നോക്കാം. ഇവിടെ നന്നായിട്ട് ലഡു ഫോമായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ നെയ്യും കൂടാണ് എക്സ്ട്രാ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ലഡുവിൻ്റെ ഷേപ്പിൽ ഇത് ഉരുട്ടിയെടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ ഇത് ഉരുട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ഈസി ആയിട്ട് നമ്മുടെ ബേസൻ്റെ ലഡു ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കറക്റ്റ് അളവിൽ സാധനങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. ഇവിടെ എല്ലാ ലഡു അങ്ങനെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ സിൽവർ വർക്ക് ഒന്ന് കുറേശ്ശെയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ മുകളിലേക്ക് വെക്കാനായിട്ട്. സിൽവർ വർക്ക് നമുക്ക് എല്ലാ കടകളിലും വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതായിരിക്കും. അതുകൂടാതെ ഞാൻ സ്ലൈസ്ഡ് പിസ്ത ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് അതും കൂടെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഡെക്കറേറ്റ് ചെയ്തില്ലെങ്കിലും ലഡു കഴിക്കാൻ പറ്റും. ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ കാണാനൊരു ഭംഗി കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ അതിങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലഡു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് എഴുതണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന സിമ്പിൾ ലഡുവാണിത്. അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദീപാവലി ആശംസിക്കുന്നു. അടുത്ത ഒരു സൂപ്പർ വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.